എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന സെലീനിയം ലൊക്കേറ്റേഴ്സ് ആയ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റും ലിങ്ക് ടെക്സ്റ്റും ആണ്. സെലീനിയം ടോട്ടൽ 8 ലൊക്കേറ്റേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ 6 ലൊക്കേറ്റേഴ്സിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചാനൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തത് തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലിങ്ക് ടെക്സ്റ്റ്, പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു വെബ് പേജിലെ ലിങ്ക്സെ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഒരു പർട്ടിക്കുലർ വെബ് എലമെന്റ് വെബ് പേജിലെ ലിങ്ക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ എബോട്ടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്താൽ കാണാം അതിന്റെ ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത് എ ആണ്. അപ്പോൾ എ ടാഗ് ഉണ്ടെങ്കിൽ അത് ലിങ്ക് ആണ് മനസ്സിലാക്കുക. HTML ഒത്തിരി ടാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. div ഒരു ടാഗ് ആണ്, ഹെഡ് എന്നുള്ള ഒരു ടാഗ് ആണ്, ബോഡി എന്നുള്ള ഒരു ടാഗ് ആണ്, HTML എന്നുള്ള ഒരു ടാഗ് ആണ്. അതുപോലെ ഇഷ്ടംപോലെ ടാഗ്സ് ഉണ്ട്. ഏതെങ്കിലും വെബ് എലമെന്റിന് എ എന്നൊരു ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ലിങ്ക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ UI കാണുന്നതിന് ലിങ്ക് ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ടാഗ് എ, അതിനുശേഷം ക്ലാസ് href എന്നുള്ളത് ഇത് റീഡയറക്റ്റ് ചെയ്യുന്ന ലിങ്ക് ആണ്. അതുപോലെ ഈ രണ്ട് ടാഗിന്റെ ഇടയ്ക്ക് എ ടാഗിന്റെ ക്ലോസിംഗ് എ ടാഗിന്റെയും ഓപ്പണിംഗ് എ ടാഗിന്റെ ഇടയ്ക്ക് കിടക്കുന്ന കണ്ടന്റിനെയാണ് ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുന്നതനുസരിച്ച് ഫ്രണ്ട് എൻഡിലും ചേഞ്ച് വരും. ഇപ്പോൾ എബോട്ട് എന്നുള്ളത് ഞാൻ മാറ്റി എബോട്ട് അസ് ആക്കുവാണ്. അതിനുശേഷം മൗസ് ഡോമിന്റെ വെളിയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ചേഞ്ച് വന്നു. അപ്പോൾ ഈ ചേഞ്ച് ഒരു ടെമ്പററി ചേഞ്ച് ആണ്. വീണ്ടും പേജ് റിഫ്രഷ് ചെയ്യുമ്പോൾ എബോട്ട് അസ് എന്നുള്ളത് മാറി വീണ്ടും എബോട്ട് ആവും. അപ്പം പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലിങ്ക് ടെക്സ്റ്റിന്റെ ഫുൾ കണ്ടന്റ് യൂസ് ചെയ്യില്ല. ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ കണ്ടന്റ് യൂസ് ചെയ്യും. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ പർട്ടിക്കുലർ com.test എന്ന പാക്കേജിനകത്ത് ഒരു ക്ലാസ് ഫയൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസ് ഫയലിന്റെ പേര് പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് ആൻഡ് ലിങ്ക് ടെക്സ്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ബ്രൗസർ ലോഞ്ച് ചെയ്യാനുള്ള കോഡും വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാനുള്ള കോഡും അതുപോലെ തന്നെ ബ്രൗസർ വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡും അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ട് ഒരു വെയിറ്റ് 3 സെക്കൻഡ്സിന്റെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പർട്ടിക്കുലർ ലൊക്കേറ്റർ യൂസ് ചെയ്ത് എബോട്ട് എന്ന ആ ലിങ്കെ ക്ലിക്ക് ചെയ്യാം. അതിനുവേണ്ടി ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. അതിനുശേഷം ബൈ ഡോട്ട്, അതിന് ഞാൻ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റിനുള്ള ആ ലൊക്കേറ്റർ യൂസ് ചെയ്തതിനു ശേഷം ലിങ്ക് ടെക്സ്റ്റിനെ ഫുള്ള് ഞാൻ കൊടുക്കുന്നില്ല. ABO എബോട്ടിന്റെ ABO എന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഡോട്ട് ക്ലിക്ക് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ടെക്സ്റ്റിന്റെ ഫുൾ കണ്ടന്റ് യൂസ് ചെയ്യില്ല. അതിനകത്ത് പാർഷ്യൽ കണ്ടന്റ് യൂസ് ചെയ്യും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക ആ പർട്ടിക്കുലർ ലിങ്ക്. അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ ക്ലാസ് ഫയൽ റൺ ചെയ്ത് കഴിയുമ്പോൾ എബോട്ട് എന്ന ആ ഗൂഗിളിന്റെ പേജിലെ ലിങ്കെ ക്ലിക്ക് ചെയ്യണം. അതാണ് ഈ പ്രോഗ്രാമിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ബ്രൗസർ ലോഞ്ചായി, മാക്സിമൈസ് ആയി. 3 സെക്കൻഡ് ശേഷം എബോട്ട് എന്നുള്ള ആ ലിങ്കെ ക്ലിക്ക് ചെയ്തു. നമ്മൾ എബോട്ട് എന്നുള്ള ഫുൾ കണ്ടന്റ് കൊടുത്തില്ല. ABO എന്നുള്ള ആ 3 ലെറ്റേഴ്സേ കൊടുത്തുള്ളൂ. നമുക്ക് എബോട്ട് എന്നുള്ള ആ ടാബ് സെലക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ എബോട്ട് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ലിങ്കിന്റെ കണ്ടന്റ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അതേ ഒരു ലിങ്ക് ടെക്സ്റ്റ് അതേ ഒരു ലെറ്റേഴ്സ് ഉള്ള ലിങ്ക് ഉണ്ടോ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ തന്നെ ABO കൂട്ടി എബോ എന്നൊരു ലിങ്ക് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അപ്പം നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട എബോട്ടയിലാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ABO എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ എബോട്ടിന്റെ മുകളിലാണ് എബോ എന്ന
ലിങ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ആദ്യമേ ക്ലിക്ക് ചെയ്യുള്ളൂ. കാരണം സെലീനിയം സ്കാൻ ചെയ്ത് തരുന്ന ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പം അങ്ങനെയുള്ള കേസുകൾ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് റെക്കമെൻഡഡ് ലൊക്കേറ്റർ അല്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിങ്ക് ടെക്സ്റ്റ് എന്നുള്ള ലൊക്കേറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ കേസ് നമ്മൾ ഫുൾ കണ്ടന്റ് പാസ് ചെയ്യും. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് കോഡിൽ തന്നെ ഞാൻ ചേഞ്ച് വരുത്തുവാണ്. ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുവാണ്. ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് ന്യൂ വിൻഡോ ടൈപ്പ് ഡോട്ട് ടാബ്. അതിനുശേഷം വീണ്ടും പുതിയ ടാബില് ഗൂഗിളിന്റെ വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ എബോട്ട് എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇത്തവണ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് അല്ല ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ലൊക്കേറ്റർ ഉണ്ട്. അപ്പം ഈ പർട്ടിക്കുലർ ലൊക്കേറ്റർ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുൾ കണ്ടന്റും പാസ് ചെയ്തിരിക്കണം. അപ്പോൾ എബോട്ട് എന്നുള്ള കണ്ടന്റ് ഞാൻ കൊടുത്തു. കണ്ടന്റ് അല്ലെങ്കിൽ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയാം. ലിങ്ക് ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫുൾ ലിങ്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യണം. പാർഷ്യലായിട്ട് കൊടുത്താൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേറ്റർ യൂസ് ചെയ്താൽ ഇത് വർക്ക് ആകുകയില്ല. പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പാർഷ്യലായിട്ട് കണ്ടന്റ് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ചേഞ്ചസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് ഫയൽ റൺ ചെയ്യാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഫോം ഓപ്പൺ ആയി. പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് യൂസ് ചെയ്ത് എബോട്ട് എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ആയതിനു ശേഷം പുതിയ ടാബിൽ വീണ്ടും ഗൂഗിളിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഇത്തവണ ലിങ്ക് ടെക്സ്റ്റ് യൂസ് ചെയ്ത് എബോട്ട് എന്നുള്ള ആ പർട്ടിക്കുലർ ലിങ്ക് ക്ലിക്കായി. അപ്പോൾ എല്ലാവർക്കും പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ശരീരത്തിലെ 7 ലൊക്കേറ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.